മക്കളെ, വെൽക്കം ബാക്ക് ടു റേസ് എഡ്യൂക്കേഷൻ. അപ്പോൾ നമ്മുടെ NMMS എക്സാം ഒക്കെ ഇതാ ഇങ്ങ് അടുത്തെത്താറായി. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടെ പഠിക്കുന്ന ഒരു ടൈം പീരീഡ് ആണിത് അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സോഷ്യൽ സയൻസിലെ കുറച്ച് പ്രധാനപ്പെട്ട ഏരിയാസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സോഷ്യൽ സയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തതാണ് പൊളിറ്റിക്കൽ സയൻസിലെ കുറച്ച് പ്രധാനപ്പെട്ട ഏരിയാസ് അല്ലേ? നമുക്കറിയാം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടും പാർലമെന്ററി സിസ്റ്റവുമായി ബന്ധപ്പെട്ടും പ്രിയാമ്പിളായിട്ട് ബന്ധപ്പെട്ടിട്ടും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. നിങ്ങൾ 8ാം ക്ലാസ്സിൽ ഓൾറെഡി ഇതൊക്കെ പഠിച്ചതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഏരിയയിലെ കുറച്ച് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് who was known as the architect of Indian Constitution? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാണ് എന്ന് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ആൻസർ ആണ്. കാരണം വളരെ പണ്ട് മുതലേ ഭരണഘടനയുമായി എന്ത് പഠിക്കുമ്പോഴും നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ? ഡോക്ടർ BR അംബേദ്കറിന്റെ പേര് അല്ലേ? അപ്പൊ നമുക്ക് ഭയങ്കര ഫെമിലിയർ ആണ്. അപ്പൊ നമ്മൾ ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായും എഴുതേണ്ട ഒരു പേരാണ് എന്ത്? ഡോക്ടർ BR അംബേദ്കർ. ഓക്കെ, ഭരണഘടനയുടെ ശില്പി അഥവാ ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോകുന്ന സമയത്ത് ഡാഷ് ഇസ് ഡിക്ലെയർഡ് ആസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ഓർ നാഷണൽ ലോ ഡേ. ഓക്കെ, ഭരണഘടനാ ദിനം അഥവാ ദേശീയ നിയമ ദിനം എന്നൊക്കെ പറയുന്ന ദിവസം ഏത് ദിവസത്തെയാണ് നമ്മൾ ഈ ഒരു ദിവസം ഈ ഒരു പ്രത്യേകത കൊടുത്തിട്ടുള്ളത് അല്ലേ? നമുക്ക് അതും അറിയാം, എന്ത്? November 26. അപ്പോൾ എല്ലാവർക്കും വരുന്ന ഒരു കൺഫ്യൂഷൻസ് ആണ് അല്ലേ? January 26 November 26 തമ്മിൽ ഒരു കൺഫ്യൂഷൻ വരും, എല്ലാവർക്കും വരും, വളരെ സ്വാഭാവികമാണ്. ഓക്കെ, പക്ഷെ നമ്മൾ എപ്പോഴും ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ അഥവാ നാഷണൽ ലോ ഡേ എന്ന് പറയുമ്പോൾ എപ്പോഴും എന്തായിരിക്കും? November 26 ആയിരിക്കും. ഓക്കെ, ഭരണഘടനാ ദിനം അഥവാ ദേശീയ നിയമദിനം എന്ന് പറയുമ്പോൾ എപ്പോഴും എന്തായിരിക്കും? November 26 ആണ്. അപ്പൊ January 26 ആയിട്ട് നിങ്ങൾക്ക് ഒരിക്കലും ഇത് മാറിപ്പോവാൻ പാടില്ല. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് എന്താവും? നമുക്ക് January 26ന്റെ പ്രത്യേകത കൂടി നമുക്ക് വ്യക്തമാവും. അപ്പൊ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത്. ഓക്കെ, ദാറ്റ് ഈസ് when did the constitution officially came into force or existence? officially constitution എപ്പോഴാണ് നിലവിൽ വന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എപ്പോഴാണത്? January 26 1950 അല്ലേ? അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്? January 26ന് റിപ്പബ്ലിക് ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ മാറിപ്പോവാതിരിക്കുക. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ അഥവാ നാഷണൽ ലോ ഡേ എന്ന് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ചോദിക്കുന്ന സമയത്ത് എപ്പോഴും എന്തായിരിക്കും ആൻസർ? November 26 ആയിരിക്കും. അതേസമയം കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന വർഷം അഥവാ കോൺസ്റ്റിറ്റ്യൂഷൻ ഒഫീഷ്യലി കെയിം ഇൻ ടു ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ഇയർ അല്ലെങ്കിൽ ഒരു ഡേറ്റ് വരുന്ന സമയത്ത് എപ്പോഴും എന്തായിരിക്കും അത്? January 26 1950. ഓക്കെ, November 26 എന്ന് പറയുമ്പോൾ എപ്പോഴും എന്തായിരിക്കും? അത് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ അഥവാ നാഷണൽ ലോ ഡേ ആണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, ഈ ഒരു സംഭവം നിങ്ങൾ മാറിപ്പോവാതെ പഠിക്കാൻ ശ്രമിക്കും. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ചേർന്ന് ഭരണം നടത്തുന്ന സംവിധാനം. ഓക്കെ, ദാറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് ഗവേണൻസ് ബൈ ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ് ഓർ ദ പീപ്പിൾ എലക്ട് ദ റെപ്രസെന്റേറ്റീവ് ത്രൂ അഡൽട്ട് സഫ്രേജ്. അപ്പോൾ ഇത് അങ്ങനെ തന്നെ 18 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്കാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്കറിയാം, വോട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. അവരാണ് എന്ത് ചെയ്യുന്നത്? ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഈ സിസ്റ്റത്തിനെ വിളിക്കുന്ന പേര്? ഇത് നമുക്ക് തീർച്ചയായിട്ടും അറിയാം, എന്താണ്? പാർലമെന്ററി സിസ്റ്റം. ഓക്കെ, പാർലമെന്ററി സമ്പ്രദായം അഥവാ പാർലമെന്ററി സിസ്റ്റം ആണ് എന്ത്? ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് ഗവേണൻസ് ബൈ ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ്. ഓക്കെ, നമ്മളാണ് എന്ത് ചെയ്യുന്നത്? നമ്മളെ റെപ്രസെന്റേറ്റീവിനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ ഈ ഒരു സമ്പ്രദായത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? പാർലമെന്ററി സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് മൗലികാവകാശങ്ങളുടെ പിതാവ് അഥവാ ഫാദർ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഏരിയ നമുക്ക് കൺഫ്യൂഷൻ വരുന്നതാണ്. കാരണം നമുക്ക് ഓപ്ഷൻസിൽ ആരൊക്കെ ഉണ്ടാവും? വേണമെങ്കിൽ ഡോക്ടർ BR അംബേദ്കർ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ ഭരണഘടനയുമായി എന്ത് പഠിക്കുമ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ് ആരുടേത്? ഡോക്ടർ BR അംബേദ്കറിൻ്റെത്. അപ്പൊ നമുക്ക് എന്ത് വരാം? കൺഫ്യൂഷൻസ് വരാം. അപ്പൊ നിങ്ങൾ തീർച്ചയായും ഈ ഒരു കാര്യം പഠിക്കണം. ഫാദർ ഓഫ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അഥവാ മൗലികാവകാശങ്ങളുടെ പിതാവ് എന്നൊരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായും ഓർത്ത് വെക്കേണ്ടത്, തീർച്ചയായും ഉറപ്പായിട്ടും ഓർത്ത് വെക്കേണ്ട ഒരു പേരാണ് ആരുടേത്? സർദാർ വല്ലഭായ് പട്ടേൽ. ഓക്കെ, അതായത് നമുക്ക് ഒരിക്കലും അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വരുന്നതാണ്, അത് ഡോക്ടർ BR അംബേദ്കറുടെ പേരായിരിക്കും നമുക്ക് ഫസ്റ്റിന് മനസ്സിലേക്ക് വരിക. ഒരിക്കലും നിങ്ങൾക്ക് അത് വരാൻ പാടില്ല. മൗലികാവകാശങ്ങളുടെ പിതാവ് അഥവാ ഫാദർ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നൊരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഓർത്ത് വെക്കേണ്ട പേരാണ് ആരുടേത്? സർദാർ വല്ലഭായ് പട്ടേൽ. ഓക്കെ,
ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന സമയത്ത് ദ കോൺസെപ്റ്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ടേക്കൺ ഫ്രം ഡാഷ്. അതായത് നമുക്കറിയാം നമ്മുടെ ഭരണഘടനയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പല കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ എന്ത് ചെയ്തതാണ്, കടമെടുത്തതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് അഥവാ മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ഏത് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് ക്വസ്റ്റ്യൻ. ഓക്കെ, അത് നമുക്കറിയാം എന്ത് അമേരിക്കൻ ബിൽ ഓഫ് റൈറ്റ്സ്. ഓക്കെ, അതായത് അമേരിക്കയിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് അഥവാ മൗലിക അവകാശങ്ങൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്, ബിൽ ഓഫ് റൈറ്റ്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആ അമേരിക്കൻ ബിൽ ഓഫ് റൈറ്റ്സ് കടമെടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് അഥവാ മൗലിക അവകാശങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ഓർത്തു വെക്കുക. ദാറ്റ് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ടു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് അഡോപ്റ്റഡ് ഫ്രം വിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ, ദാറ്റ് ഈസ് ഫ്രം അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ദാറ്റ് ഈസ് ബിൽ ഓഫ് റൈറ്റ്സ്. ഓക്കെ, ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആർട്ടിക്കിൾ 21A അല്ലെ, എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ ആണ് എന്ത്, ആർട്ടിക്കിൾ 21A. എല്ലാവർക്കും തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ അറിയാം അല്ലെ, നമ്മൾ ഇന്ന് സ്കൂളുകളിലൊക്കെ തന്നെ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 21A കുറിച്ച് അല്ലെ. അപ്പൊ എല്ലാവർക്കും തന്നെ കറക്റ്റ് ആയിട്ട് അവെയർ ആയിരിക്കും എന്ന് എനിക്കറിയാം. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ആർട്ടിക്കിൾ 21A ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ മെൻഷൻ അബൌട്ട് ഡാഷ്, അതായത് ആർട്ടിക്കിൾ 21A എന്തിനെ കുറിച്ചാണ് നമുക്ക് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ വിവരണം. ഓക്കെ, അതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. നമുക്കറിയാം റൈറ്റ് ടു എഡ്യൂക്കേഷൻ അല്ലെ, അതായത് 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതമായ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്തു കൊടുക്കണമെന്നാണ് എന്ത് പറയുന്നത്, ആർട്ടിക്കിൾ 21A പറയുന്നത്. ഇത് 2009 നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ആൻഡ് ടു ഏതിലൂടെ 86 അമെൻമെന്റിലൂടെ. അപ്പം നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുണ്ട് ആ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം ഇതെന്ത് ആർട്ടിക്കിൾ 21A എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായും ഓർത്തിരിക്കേണ്ട എന്താണ്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ. ഓക്കെ, RT ആക്ട്. ഓക്കെ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ അഥവാ RTE. ഓക്കെ, RT ആക്ട്. ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആണ്, ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ആർട്ടിക്കിൾ 21A നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർത്തത്. ഓക്കെ, അതായത് ആർട്ടിക്കിൾ 21A വാസ് ആഡഡ് ടു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ ഡാഷ് അമെൻമെന്റ്. ഇത് നമുക്കറിയാം, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്താണ് 86 അമെൻമെന്റ്. ഓക്കെ, അപ്പം 86 അമെൻമെന്റിലൂടെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആർട്ടിക്കിൾ 21A നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഏത് വർഷം, 2009. ഓക്കെ, 2009 ഇവിടെ പറഞ്ഞിട്ടില്ല, നിങ്ങൾ എന്ത് ചെയ്യുക, അതും ഓർത്ത് വെക്കുക. അതായത് 2009 എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു ആർട്ടിക്കിൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഭരണഘടനയുടെ ഭാഗം 4 അതായത് 4A ഉണ്ട് കേട്ടോ, 4A. ഓക്കെ, ദാറ്റ് ഈസ് 36 മുതൽ 51 വരെയുള്ള പട്ടികകളായി എന്താണ് വിഭാവനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ഇൻ പാർട്ട് 4A ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ഈസ് ഫ്രം ആർട്ടിക്കിൾ 36 to 51 ഡാഷ് ഇസ് മെൻഷൻ. എന്താണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്, നമുക്ക് ഇതും നന്നായിട്ട് അറിയാം അല്ലേ, നമ്മൾ 8ാം ക്ലാസ്സിൽ ഇതൊക്കെ തറവായി പഠിച്ചതാണ്. എന്താണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും അതുപോലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസും അതുപോലെ ഫണ്ടമെന്റൽ റൈറ്റ്സും. അപ്പൊ ഇത് ഏതൊക്കെ ആർട്ടിക്കിൾസ് എവിടെയൊക്കെയാണ് വരുന്നതെന്നൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പൊ പഠിച്ചൊരു കുട്ടിക്ക് എന്താണ്, ഇത് വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഇതിന്റെ ആൻസർ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഓക്കെ, ഇതിന്റെ ആൻസർ എന്ന് പറയുമ്പോൾ എന്താണ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഓക്കെ, and the next question, in a democratic system no one is above the law and everyone is subject to the law, this is known as dash. Okay, അതായത് നമുക്കറിയാം ജനാധിപത്യ വ്യവസ്ഥയിൽ എന്താണ്, ആരും ആർക്കും മേലെയല്ല അല്ലേ, ലോയുടെ മുന്നിൽ അല്ലെങ്കിൽ നിയമത്തിന് മുന്നിൽ എല്ലാവരും ഒരുപോലെയാണ്. അപ്പൊ ഈ ഒരു സിസ്റ്റത്തെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, എന്താണ്, റൂൾ ഓഫ് ലോ അല്ലെങ്കിൽ നിയമവാഴ്ച. നമുക്കറിയാം അല്ലേ. അപ്പൊ നമ്മൾ ഇത് എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്, ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ റൂൾ ഓഫ് ലോ അല്ലെങ്കിൽ നിയമവാഴ്ച നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, കടമെടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇത് പ്രകാരം എന്താണ്, ഇൻ എ ഡെമോക്രാറ്റിക് സിസ്റ്റം നോ വൺ ഇസ് അബവ് ദ ലോ ആൻഡ് എവ്രി വൺ ഇസ് സബ്ജക്റ്റഡ് ടു ലോ ഈക്വലി. ഓക്കെ, എല്ലാവരും നിയമത്തിന് മുന്നിൽ ഒരുപോലെയാണ്, ആർക്കും തന്നെ എന്ത് പ്രത്യേക അധികാരങ്ങളോ അവകാശങ്ങളോ, അല്ലെങ്കിൽ നിയമത്തിന്റെ കാര്യം വരുന്ന സമയത്ത് എന്താണ്, എല്ലാവർക്കും ഒരുപോലെയാണ്, ആർക്കും പ്രത്യേക കൺസിഡറേഷൻസ് ഒന്നുമില്ല. അപ്പം ഈ ഒരു സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണ് എന്ത്, റൂൾ ഓഫ് ലോ അഥവാ നിയമവാഴ്ച എന്ന് പറയുമ്പോൾ. ഓക്കെ, ആൻഡ് ടു നമ്മൾ ഇത് കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്, ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ NMMS സോഷ്യൽ സയൻസ് അതായത് പൊളിറ്റിക്കൽ സയൻസ് ഏരിയയിലെ കുറച്ച് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. ഒരു 10 ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് ഇനിയും ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പൊളിറ്റിക്കൽ സയൻസും അതുകൂടെ ജോഗ്രഫിയും എല്ലാ ഏരിയസും നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ റേസിന്റെ യൂട്യൂബ് ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുന്നവരെ see you and bye.